ഹലോ, വെൽക്കം ടു കുഞ്ഞുട്ടൻ ഫാമിലി. നമുക്കിന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ? കിഴങ്ങ് കൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ആദ്യമായിട്ട് 4 കിഴങ്ങ് എടുക്കുക. അത് ചെറിയ ബ്ലോക്സ് ആയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. വലിയ 4 കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മീതെ കുറച്ച് ഉപ്പ് പുരട്ടാം. ഉപ്പ് പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി കുട്ടത്തിൽ വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോവുക. അതിന് നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തൂകാം. ശേഷം ഓരോ പീസ് നമുക്ക് ഒന്നിന് മീതെ ഒന്ന് വരാത്ത രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഒരു 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് നേരം വരെ ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. പിന്നെ ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് നമുക്ക് മാറ്റാം. ആ ഒരു ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നല്ല രീതിയിൽ നമുക്ക് ചൂടൊക്കെ കളഞ്ഞു വേണം എടുക്കാനായിട്ട്. അപ്പോൾ ചൂടൊക്കെ മാറി ആ വെള്ളമയമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാം. അരിപ്പൊടി ഉപയോഗിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാനൊരു ബൗളിലിട്ടതിന് ശേഷം നല്ലപോലെ കുലുക്കി എടുക്കുകയാണ്. അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ പൊട്ടാറ്റോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് നമുക്ക് വറുത്ത് കോരാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ അരിപ്പൊടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ എടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് മീതെ കരിഞ്ഞിട്ട് ഉള്ളിൽ നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. ഞാനിപ്പോൾ കോൺഫ്ലവർ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കോൺഫ്ലവറിനകത്ത് ശകലം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം വറുത്തെടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കിഴങ്ങ് വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞുട്ടൻ ഫാമിലി ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.